എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് ഇതിന് എക്സാമിന് വരാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടിയുണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: ഇൻ സൈബർ ക്രൈംസ് ദ കമ്പ്യൂട്ടർ ഇസ് എ ടൂൾ, ദ കമ്പ്യൂട്ടർ ഇസ് എ ടാർഗറ്റ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഡി നെയ്തർ എ ഓർ ബി. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് കമ്പ്യൂട്ടർ സൈബർ ക്രൈംസിൽ കമ്പ്യൂട്ടർ ഒരു ടൂളായിട്ടും അതുപോലെ തന്നെ ടാർഗറ്റായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി ദ ടാർഗറ്റ് ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റി, എ സ്റ്റോറേജ് പ്ലേസ് ഫോർ ഡാറ്റ അബൌട്ട് ക്രിമിനൽ ആക്ടിവിറ്റി, ആൻഡ് ഓർ ദ ആക്ച്വൽ ടൂൾ യൂസ്ഡ് ടു കമ്മിറ്റ് എ ക്രൈം, പ്ലാനിങ് ക്രിമിനൽ ആക്ടിവിറ്റി. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീൻ്റെ ടാർഗറ്റ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു കമ്പ്യൂട്ടറിന്. അതുപോലെ തന്നെ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആക്ച്വൽ ടൂളോ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വൺ ഓഫ് ദ മോസ്റ്റ് പബ്ലിസൈസ്ഡ് ക്രൈംസ് ടാർഗറ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ഇൻവോൾവ്സ് അൺലീഷിംഗ് എ വൈറസ് ത്രൂ ഇമെയിൽ. അതായത് ഇമെയിലിലൂടെ ഒരു വൈറസിനെ കടത്തിവിടുന്നതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഞാൻ പറയുമ്പോൾ ആൻസർ പറയുമ്പോൾ ശരിയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് സെർച്ച് എഞ്ചിൻ ഈസ് നോൺ ആസ് ദ ഗ്രാൻഡ് മദർ ഓഫ് ഓൾ സെർച്ച് എഞ്ചിൻസ്? അതായത് ഗ്രാൻഡ് മദർ ഓഫ് ഓൾ സെർച്ച് എഞ്ചിൻസ് എന്നറിയപ്പെടുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വെറോണിക്കയാണ്. വെറോണിക്ക വാസ് ഡെവലപ്ഡ് ബൈ സ്റ്റീവ് ഫോസ്റ്റർ ആൻഡ് ഫ്രെഡ് ബാരി അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് വാസ് റിലീസ്ഡ് ഇൻ 1992. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ ഓഫ് ഓൾ സെർച്ച് എഞ്ചിൻസ് എന്നറിയപ്പെടുന്നത് വെറോണിക്കയാണ്. വെറോണിക്ക ഡെവലപ്പ് ചെയ്തത് സ്റ്റീവ് ഫോസ്റ്ററും ഫ്രെഡ് ബാരിയുമാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. 1992 റിലീസ് ചെയ്തത്. ഗ്രാൻഡ് ഫാദർ ഓഫ് ഓൾ സെർച്ച് എഞ്ചിൻസ് എന്നറിയപ്പെടുന്നത് ആർച്ചിയാണ്. ഫസ്റ്റ് സെർച്ച് എഞ്ചിനാണ് ആർച്ചി. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർച്ചിയാണ്. ഗ്രാൻഡ് ഫാദർ ഓഫ് ഓൾ സെർച്ച് എഞ്ചിൻസ് എന്നറിയപ്പെടുന്നതും ആർച്ചിയാണ്. What is the known method of making artificial currencies, postage stamps and mark list with the help of computer, scanner and printer? What is known method of making artificial currencies, postage stamps and mark list with the help of computer, scanner and printer? ആൻസർ ഓപ്ഷൻ എ ആണ്, സൈബർ ഫോർജറിയാണ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ കറൻസീസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പോസ്റ്റേജ് സ്റ്റാമ്പ്സ്, മാർക്ക് ലിസ്റ്റ്, ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി പോലെ ഉണ്ടാക്കുന്നതിനെയാണ് സൈബർ ഫോർജറി എന്നറിയപ്പെടുന്നത്. സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞാൽ സ്റ്റീലിംഗ് എ കമ്പ്യൂട്ടർ ഓർ എനി പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഓർ ഡിസ്ട്രോയിങ് എനി ഇൻഫർമേഷൻ ഓൺ ഇറ്റ്. അതായത് സൈബർ വാൻഡലിസം എന്നറിയപ്പെടുന്നത് ഒരു കമ്പ്യൂട്ടറിനെ കട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിലെ ഇൻഫർമേഷൻ ഡിസ്ട്രോയ് ചെയ്യാം. വെബ് സെർവർ ഹാക്കിംഗ് ആൻഡ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് സംവൺസ് വെബ്സൈറ്റ് വെബ് ഹൈജാക്കിംഗ് ആണ്. വെബ് ഹൈജാക്കിംഗ് എന്ന് പറഞ്ഞാൽ വെബ് സെർവറിനെ ഹാക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതായത് ഒരു വെബ്സൈറ്റിൻ്റെ കൺട്രോൾ എടുക്കുക, അതിനെയാണ് വെബ് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. മേക്കിംഗ് കൗണ്ടർഫീറ്റ് കറൻസീസ്, പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആൻഡ് മാർക്ക് ലിസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ, സ്കാനേഴ്സ് ആൻഡ് പ്രിൻറ്റേഴ്സ്, സൈബർ ഫോർജറി. അതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നത്. സ്പ്രെഡിംഗ് പോർണോഗ്രാഫിക് ഇമേജസ് ആൻഡ് വീഡിയോസ് ഓൺ ദ ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ, സൈബർ പോർണോഗ്രാഫിയാണ്. വെൻ ഡിഡ് ദ IT Act Amendment Act 2008 കം ഇൻ ടു എഫക്റ്റ്? അതായത് 2008 IT Amendment Act എപ്പോഴാണ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 27 ഒക്ടോബർ 2009. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്താ നോക്കാം. ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഈസ് ആൻ ആക്ട് എനാക്റ്റഡ് ബൈ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ 2000 ടു മേക്ക് ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സേഫ്, സെക്യൂർ ആൻഡ് റെഗുലേറ്റഡ്. അതായത് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി സേഫായിട്ടും സെക്യൂർ ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. On October 17th, 2000, the IT Act 2000 came into force. It was amended on
അപ്പോൾ IT ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 17, 2000 ആണ്. അമെൻമെൻറ്റ് ആക്ട് വന്നത് 27 ഒക്ടോബർ 2009 On January 30, 1997, the United Nations General Assembly adopted the special law on electronic commerce known as United Nations Commission on International Trade Law. Okay. Find the false statement. ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഞാൻ ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുകയാണ്. ദ ഇൻ്റർനെറ്റ് ഈസ് ദ ലാർജസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. Intranet is a private network that connects all the offices of a company or organization. A private network that is confined to a company or organization is known as an intranet. Internet is also known as network of networks. ഇതിൽ ഏതാണ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. An intranet is a private network that connects all the offices of a company or organization ആണ്. ഓക്കെ. അപ്പോൾ ഈ എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാനെറ്റ് ഈസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് ഓൾ ദ ഓഫീസസ് ഓഫ് എ കമ്പനി ഓർ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എക്സ്ട്രാനെറ്റ് ആണ് വരുന്നത്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1982. ഇമെയിൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ കമ്പനീസ് ഓവർ ദ ഇൻ്റർനെറ്റ് ഈസ് നോൺ ആസ് വെബ്മെയിൽ. അപ്പോൾ ഈ ഇമെയിൽ ഫെസിലിറ്റി ഇൻ്റർനെറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന അതിനെയാണ് വെബ് മെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇമെയിൽ ക്ലയൻറ്റ് ഈസ് സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് യു സെൻഡ് മെയിൽസ്. അപ്പോൾ നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇമെയിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട്കട്ട് ഈസ് യൂസ്ഡ് ടു സെലക്ട് ദ ടെക്സ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ആരോ കീ? Which of the following keyboard shortcut is used to select text in the direction of the arrow key? Answer option B ആണ്. Shift plus arrow ആണ്. Shift plus arrow. Which of the following doesn't come under text basics? Which of the following doesn't come under text basics? Answer option D ആണ്. Apply a style. If you are new to Microsoft Word, you will need to learn the basics of typing, editing. Basic task എന്തൊക്കെയാണെന്ന് നോക്കാം. Ability to add, delete and move text in your document as well as how to cut, copy and paste. Okay. Dash key fixes the carriage to a particular position. Dash key fixes the carriage to a particular position. Answer option A ആണ്. Single key. Single key ആണ്. Single key fixes the carriage to a particular position. അപ്പോൾ ഈ സിംഗിൾ കീ എന്ന് പറയുന്നത് ആണ് എന്തിനെ കാരേജിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. A typewriter is a machine used to produce printed characters on a piece of paper. There are 44 keys of a typewriter and 26 alphabets along with backspace, shift key, tab set, margin set, eraser key ആണെന്ന് തോന്നുന്നു, and color selector. A division between 3 rows of keys of typewriter is called character keys. Which of the following is not a PowerPoint slide size? Which of the following is not a PowerPoint slide size? Answer option D ആണ്. Portrait. 9:16 ആണ് പവർപോയിന്റിൽ വരാത്തൊരു സ്ലൈഡ് സൈസ് എന്ന് പറയുന്നത്. ഇനി ചേഞ്ച് സ്ലൈഡ് സൈസ് നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഡിസൈൻ ടാബിൽ കസ്റ്റമൈസ് ഗ്രൂപ്പ് അറ്റ് ഫാർ റൈറ്റ് ആൻഡ് ക്ലിക്ക് സ്ലൈഡ് സൈസ്, ക്ലിക്ക് കസ്റ്റം സ്ലൈഡ് സൈസ്. ഇൻ ദ സ്ലൈഡ് സൈസ്ഡ് ഫോർ ലിസ്റ്റ്, ക്ലിക്ക് ദ സൈസ് യു വാണ്ട് ഫോർ ലിസ്റ്റ്, ക്ലിക്ക് ദ സൈസ് യു വാണ്ട് ടു യൂസ് or use width and height boxes to select custom sizes. Click OK. Okay. Another question. Finish and merge drop down list consists of. The finish and merge drop down list consists of. Answer option D ആണ്. All of the above. Edit individual documents, print documents, send email messages. After previewing the form letter, click on the finish and merge to finish the word mail merge process.
അപ്പോൾ ഈ നമുക്ക് വരുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇഫ് യു വാണ്ട് ടു എഡിറ്റ് ഈച്ച് ലെറ്റർ ഫർദർ സെപ്പറേറ്റ്ലി, പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഇഫ് യു വാണ്ട് print the letters, send email messages if you want to send the letters as emails. അതായത് ഇവിടെ നമുക്ക് ഫിനിഷ് ആൻഡ് മെർജ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്, പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്സ്, സെൻഡ് ഇമെയിൽ മെസ്സേജസ്. ഇതെന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ലെറ്ററിനെ പിന്നെയും എന്തെങ്കിലും ഇൻഡിവിജ്വലായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഡോക്യുമെൻ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇമെയിൽ മെസ്സേജസ് സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. ഹു ഇൻട്രൊഡ്യൂസ്ഡ് മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് അറ്റ് ഫസ്റ്റ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, NS പണ്ടാലയാണ്. NS പണ്ടാല is the person who invented Malayalam shorthand. This is known as Pandala system. In 1926, he published a book called Malayalam ചുരുക്കെഴുത്ത്. മലയാളം ചുരുക്കെഴുത്ത് എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ 1926 ആണ്. ആരാണ് പബ്ലിഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ NS പണ്ടാലയാണ്. ഹി ഈസ് എ നേറ്റീവ് ഓഫ് തിരുവനന്തപുരം, തിരുവനന്തപുരംകാരനാണ്. The Malayalam shorthand system developed by him was used for reporting in Kerala Legislative Assembly and Tirunelveli Municipal Corporation at that time. It is one of the accepted Malayalam abbreviation systems for KGT examination. The following are the steps for inserting footnote in an MS Word 2007 document, but the steps are not in proper order. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഫുട് നോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. പക്ഷേ ഇത് പ്രോപ്പറായിട്ടുള്ള ഓർഡറിലല്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ഓർഡറിലേക്ക് ഒന്ന് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ തരുന്ന സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാനിവിടെ ആൻസർ പറയുകയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് place the cursor on the last letter of the word where the footnote refer to. പിന്നെ അടുത്തത് on the reference tab click insert footnote. പിന്നെ വരുന്നത് a footnote number will appear on the last part of the page. പിന്നെ വരുന്നത് type the text or notes at the end part of the page. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, which of the following Excel screen component cannot be turned on or off? താഴെ തന്നിരിക്കുന്നതിൽ എക്സൽ സ്ക്രീൻ കമ്പോണൻസ് ആണ്. അതിൽ നമുക്ക് ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നതെല്ലാം നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഫോർമുല ബാർ, സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ. ഷോ ഫോർമുല ബാർ ഓപ്ഷൻ ബൈ ക്ലിക്കിംഗ് ദ ഫയൽ അല്ലെങ്കിൽ ഓഫീസ് ബട്ടൺ, ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ, ഷോ ഫോർമുല ബാർ. അപ്പോൾ ഫോർമുല ബാർ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസ് ബട്ടൺ, ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ, ഷോ ഫോർമുല ബാർ. പേസ്റ്റ് സ്പെഷ്യൽ allows some operation while you paste to new cell. Which of the following operation is valid? പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഓപ്പറേഷനാണ്. അതായത് നമുക്ക് പുതിയ സെല്ലിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വാലിഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിവൈഡ് ആണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എന്ന് പറയുന്നത് 2007 എന്ന് പറയുന്നത് ഫോർമാറ്റ് സ്പ്രെഡ്ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഡിവൈഡ് ഓപ്പറേഷൻ വൈൽ യു പേസ്റ്റ് ടു ന്യൂ സെൽ. അതായത് നമ്മൾ പുതിയ സെല്ലിലേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ഓപ്പറേഷൻ അലോ ചെയ്യുന്നതാണ് പേസ്റ്റ് സ്പെഷ്യൽ. നമുക്ക് എന്തൊക്കെയാണ് പേസ്റ്റ് ചെയ്യാൻ പറ്റുക? ഫോർമുല, വാല്യൂ, ഫോർമാറ്റ്സ്, കമൻറ്റ്സ്, വാലിഡേഷൻ എന്നിവയൊക്കെയാണ് പേസ്റ്റ് സ്പെഷ്യൽ കമാൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുക. അടുത്തത് ടു റിമൂവ് ദ കണ്ടൻറ് ഓഫ് സെലക്റ്റഡ് സെൽസ് യു മസ്റ്റ് ഇഷ്യൂ ഡാഷ് കമാൻഡ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലിലെ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കമാൻഡാണ് വേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലിയർ കണ്ടൻസ് ആണ്. ക്ലിയർ കണ്ടൻസ്. To remove the content of selected cells, we must issue clear contents command. Clear content will clear only the data, will not clear any formats. ഇവിടെ ക്ലിയർ കണ്ടൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ
എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ചെയ്യുള്ളൂ. ഫോർമാറ്റ്സ് ക്ലിയർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ പിന്നെയും അതിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോർമാറ്റ് അതുപോലെ നിൽക്കും. അതായത് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആ ഇതിൽ സെല്ലിൽ കണ്ടന്റിന് നമ്മൾ ബോൾഡ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ക്ലിയർ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോൾഡും ഇറ്റാലിക്സും അവിടെ നിന്ന് പോവില്ല, ആ കണ്ടന്റ് മാത്രം പോവുള്ളൂ. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു will be displaying or printing your document on another computer, you will want to make sure and select the dash option under the saved button. അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് മറ്റൊരു കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ഓപ്ഷനാണ് സേവ് ടാബിൽ ഉറപ്പുവരുത്തേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്, എംബഡ് ഫോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് വേർഡ് 2003 ആൻഡ് ഏർലിയർ വേർഷൻസിൽ ചൂസ് ഓപ്ഷൻസിൽ അത് നോക്കണ്ട. 2007 നോക്കാം. ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ആൻഡ് ഹയർ വേർഷൻസ് ക്ലിക്ക് ദ ഓഫീസ് ബട്ടൺ അല്ലെങ്കിൽ ഫയൽ ബട്ടൺ ആൻഡ് ദെൻ ക്ലിക്ക് ഓപ്ഷൻസ്. അറ്റ് ദ ലെഫ്റ്റ് ഓഫ് ദ ഡയലോഗ് ബോക്സ് ക്ലിക്ക് സേവ്. മേക്ക് ഷുവർ ദ എംബഡ് ഫോൺസ് ഇൻ ദ ഫയൽ ചെക്ക് ബോക്സ് ഈസ് സെലക്റ്റഡ്. എംബഡ് ഫോൺസ് എന്നുള്ള ആ ഒരു ബോക്സ് ചെക്ക് ബോക്സ് സെലക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഫോർ MS-DOS. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഫോർ MS-DOS എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഈസ് ദ industry standard name for a computer virus that was released in its first form in September 1986. സെപ്റ്റംബർ 1986 വന്നിട്ടുണ്ടായിരുന്ന ഒരു വൈറസാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഫോർ MS-DOS. MS-DOSിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ആണ്. ഇറ്റ് ഇൻഫെക്ട്സ് ദ ബൂട്ട് സെക്ടർ ഓഫ് സ്റ്റോറേജ് മീഡിയ ഫോർമാറ്റഡ് വിത്ത് ദ ഡോസ് ഫയൽ അലോക്കേഷൻ ടേബിൾ ഫയൽ സിസ്റ്റം. അതായത് ബൂട്ട് സെക്ടറിനെയാണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്? കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഫാദർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇവാൻ സദേർലാൻഡ് ആണ്. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവി. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് പി ഭട്കർ. The section added to the Police Act by amending the Police Act brought by the government to prevent cyber attacks. Answer option D ആണ്, 118A. Governor Arif Muhammad Khan approved the amendment to the Police Act brought by the government to prevent cyber attacks. The governor signed the ordinance. Section 118A was added to the existing Police Act. The section provides for imprisonment of up to 5 years or fine up to rupees 10,000 or both. Who creates, publishes or disseminates content through any medium of exchange with the aim of threatening, insulting or defaming any person. അതായത് പോലീസ് ആക്ടിൽ വന്നിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അമെൻമെൻറ്റ് അപ്രൂവ് ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. അതായത് സൈബർ അറ്റാക്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ സെക്ഷൻ 118A ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ സെക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അതായത് ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ അതായത് ഒരു മറ്റൊരു പേഴ്സൻ്റെ കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ ഇൻസൾട്ട് ചെയ്യുകയോ ത്രട്ടൺ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്ഷൻ ഇംപ്രിസൺമെൻറ്റ് 5 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈന് 10,000 രൂപയാണ്, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടാണ് വരുന്നത്. വിച്ച് among the following is a stationary dog? Which among the following is a stationary dog? ആൻസർ ഓപ്ഷൻ എ ആണ്, റിജിഡ് ഡോഗ് ആണ്. ഡോഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പുള്ള പോർഷനാണ്. അതായത് എസ്കേപ്പ്മെൻറ്റ് വീലിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ടൈപ്പ് റൈറ്ററിൻ്റെ എസ്കേപ്പ്മെൻറ്റ് വീലിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പോർഷനാണ്
ഡോഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേരാണ് റോക്കർ. 2 ഡോഗ്സാണ് ഡോഗ് ബ്ലോക്കിലുള്ളത്. ലൂസ് ഡോഗ് എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഡോഗാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റിന് അനുസരിച്ചിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.